പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന ഗണിത പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹരണക്രിയ ചെയ്യാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെഷനാണ് ഇത്. മറ്റുള്ള കുട്ടികൾക്കും കാണാം. പക്ഷേ ഇതിൽ വിശദീകരിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ കണ്ട ക്ലാസ്സിലെ അതേ രീതിയിൽ ആയിരിക്കുകയില്ല. രണ്ടക്ക സംഖ്യകളുടെ ഹരണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത് വിശദീകരിച്ചു തരുന്നത്. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ക്ലാസ്സിൽ രണ്ട് രീതിയിൽ എങ്ങനെ ഹരണം ചെയ്യാം എന്നുള്ളത് കാണിച്ചിരുന്നു. സ്ഥാനവിലകൾക്ക് അനുസരിച്ചും അതുപോലെ ഹരിക്കുന്ന സംഖ്യയെ ഘടകങ്ങളാക്കിയും ഹരിക്കുന്ന രീതി കാണിച്ചിരുന്നു. മറ്റൊരു രീതിയിലാണ് ഇവിടെ വിശദീകരിക്കുക. നമുക്ക് പ്രശ്നത്തിലേക്ക് കടക്കാം. ഒരു സ്കൂളിൽ 15 ഡിവിഷനിലേക്കും കൂടി വാങ്ങിയ ടിവിയുടെയും പെൻഡ്രൈവിൻ്റെയും കൂടി ആകെ വില 97,350 രൂപയാണ്. ഇവിടെ തന്നിരിക്കുന്നത് 99,000 എന്നുള്ളതാണ്. അത് തെറ്റാണ്. 97,350 രൂപയാണ്. എങ്കിൽ ഓരോ ക്ലാസ്സിനും ചിലവായ തുക എത്രയായിരിക്കും? എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്? ടിവിയുടെയും പെൻഡ്രൈവിൻ്റെയും കൂടെ ആകെ വില 97,350 രൂപയാണ്. ആകെ സ്കൂളിലുള്ള ഡിവിഷനുകളുടെ എണ്ണം 15ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ക്ലാസ്സിനും ചിലവായ തുക എത്രയായിരിക്കും? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെ ചിലവായ തുക, അതായത് 97,350നെ 15 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. 97,350 ഭാഗം 15 സമം 6,490. ഇവിടെ 15 എന്ന് പറയുന്നത് ഒരു രണ്ടക്ക സംഖ്യയാണ്. ഇങ്ങനെയുള്ള രണ്ടക്ക സംഖ്യകളെ അല്ലെങ്കിൽ മൂന്നക്ക സംഖ്യകളെയൊക്കെ ഹരിക്കാൻ വേണ്ടി എന്തു ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഹരണക്രിയ അത്ര വ്യക്തമായി അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വിശദീകരണം നൽകുന്നത്. എന്തു ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചെയ്യേണ്ടത് 97,350നെ 15 കൊണ്ട് ഹരിക്കുകയാണ്. 97,350നെ 15 കൊണ്ട് എങ്ങനെ ഹരിക്കാൻ സാധിക്കും? അതിനായി നമുക്ക് ഈ 15 എന്ന സംഖ്യ 97,350ൽ എത്ര തവണ അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 15 97,350ൽ എത്ര തവണ അടങ്ങിയിട്ടുണ്ട്? അത് കണ്ടുപിടിക്കാൻ രണ്ടു രീതിയിൽ വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. മറ്റൊരു രീതിയാണ് ഞാനിവിടെ അവലംബിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഹരിക്കേണ്ട സംഖ്യയുടെ ഒന്നാമത്തെ സംഖ്യ അത് എത്രയാണ് എന്ന് നോക്കാം. 9 ഈ സംഖ്യ. ഈ 9ൽ 15 അടങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് 9ൽ എത്ര തവണ 15 ഉണ്ടാകും? നമുക്ക് അറിയാം 9 എന്ന് പറയുന്നത് 15നേക്കാട്ടിലും ചെറിയ സംഖ്യയാണ്. അതുകൊണ്ട് 9ൽ 15 അടങ്ങുകയില്ല, അല്ലെങ്കിൽ 9ൽ 15 ഒതുങ്ങുകയില്ല. അതുകൊണ്ട് 9ൽ 15 ഇല്ല എന്ന് മനസ്സിലായപ്പോൾ 9ന്റെ തൊട്ടടുത്ത സംഖ്യയായ 7 കൂടെ കൂട്ടുന്നു. 97. 97ൽ എത്ര തവണ 15 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുക. 97ൽ 15 എത്ര തവണ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പമാർഗങ്ങളൊന്നും ഇല്ല. മനക്കണക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് അത് സാധിക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം 15ന്റെ ഗുണിതങ്ങൾ കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ് മാർഗം. എങ്ങനെ 15ന്റെ ഗുണിതങ്ങൾ കണ്ടുപിടിക്കാം? 15നെ ഗുണിച്ചു നോക്കുക. 15 ഗുണം 1 എത്രയാണ്? 15 ഗുണം 2 എത്രയാണ്? 15 ഗുണം 3 എത്രയാണ് എന്ന രീതിയിൽ ഗുണിച്ചു നോക്കി കണ്ടുപിടിക്കുക. എനിക്ക് ഇവിടെ ഈ സംഖ്യ കാണുമ്പോൾ 15 ഏതായാലും 1, 2, 3 തുടങ്ങിയ സംഖ്യകളുടെ ഗുണിതങ്ങൾ അല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാനിവിടെ 15നെ 5 കൊണ്ട് ഗുണിക്കുന്നു. 15 ഗുണം 5 സമം 75 എന്ന് കിട്ടി. അപ്പോൾ അതല്ല, അടുത്തതും കൂടെ ഗുണിച്ചു നോക്കുന്നു. 15 ഗുണം 6 സമം എത്രയാണ് എന്ന് നോക്കുന്നു. 15 ഗുണം 6 എന്ന് പറയുന്നത് 90 ആണ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 97ൽ 6 തവണ 15 അടങ്ങിയിട്ടുണ്ട്. ഇനി 7 തവണ അടങ്ങിയിട്ടുണ്ടാവുമോ? ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഇത് 7ആണ്. അപ്പോൾ 15 ഗുണം 6 ആണ് 90 എന്ന് കിട്ടുന്നു. ഈ 15 ഗുണം 6 എന്നുള്ള 90 ഞാൻ ഇവിടെ എഴുതി. 15 ഗുണം 6, 97ൽ
6 തവണ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 6 ഇവിടെയും എഴുതുന്നു. 15 ഗുണം 6 90 ഇവിടെ എഴുതി. അടുത്തതായി ചെയ്യാനുള്ളത് ഈ 97 നിന്നും 90 കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. 7 നിന്നും 0 പോയാൽ 7 ആണ്. 9 നിന്നും 9 പോയാൽ 0 കിട്ടും. അതുകൊണ്ട് 7 എന്ന സംഖ്യ ഇവിടെ എടുത്തെഴുതുന്നു. ബാക്കിയുള്ള 3, 5, 0 എന്നിവ താഴേക്ക് ഇറക്കി എഴുതുകയും ചെയ്യുന്നു. 7350. വീണ്ടും നാം നേരത്തെ ചെയ്ത അതേ ക്രിയകളിലൂടെ കടന്നു പോകുന്നു. അതായത് ഈ 15 എന്ന് പറയുന്ന സംഖ്യ 73-ൽ 7-ൽ അടങ്ങിയിട്ടില്ല എന്ന് നമുക്കറിയാം. കാരണം 15-നെക്കാട്ടിലും ചെറിയ സംഖ്യയാണ് 7. 15 എന്ന സംഖ്യ അടുത്ത സംഖ്യയും കൂടി എടുക്കുന്നു. 73. 73-ൽ എത്ര തവണ അടങ്ങിയിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി നാം വീണ്ടും പഴയ ക്രിയകളിലോട്ട് തന്നെ പോകുന്നു. ഇവിടെ നാം നേരത്തെ 15 ഗുണം 5 സമം 75 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 തവണയായാൽ 75 ആണ്. ഇവിടെ നമുക്ക് 73 ഉള്ളൂ. അപ്പോൾ അതിന് തൊട്ട് പുറകിലത്തെ സംഖ്യ ആയിരിക്കും എന്ന് ഊഹിക്കാം. അതുകൊണ്ട് 5-ന് പകരം 4 വെച്ച് ഗുണിക്കുന്നു. 15 ഗുണം 4 സമം 60 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 60 ആണ്. 4 ഗുണം 15 സമം 60 എന്നുള്ളത് ഇവിടെ എഴുതുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 73-ൽ നിന്നും 60 കുറയ്ക്കുന്നു. 73-ൽ നിന്നും 60 കുറച്ച് കഴിയുമ്പോൾ 13 കിട്ടും. ആ 13-ൻ്റെ കൂടെ ഈ മുകളിലുള്ള 5 താഴേക്ക് ഇറക്കി എഴുതുന്നു, 0 താഴേക്ക് ഇറക്കി എഴുതുന്നു. അങ്ങനെ 1350 എന്ന് നമുക്ക് ലഭിക്കും. 1350-ൽ എത്ര തവണ 15 അടങ്ങിയിട്ടുണ്ട് എന്ന് വീണ്ടും കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി 1-ൽ 15 അടങ്ങിയിട്ടുണ്ടോ? ഇല്ല. കാരണം 1-നേക്കാട്ടിലും വലിയ സംഖ്യയാണ് 15. അടുത്ത സംഖ്യ കൂടി എടുക്കുന്നു, 13. 1ഉം 3ഉം കൂടി എടുക്കുമ്പോൾ 13. 13 എത്ര തവണ 15 അടങ്ങിയിട്ടുണ്ട്? 13-നേക്കാട്ടിലും വലിയ സംഖ്യയാണ് 15. അതുകൊണ്ട് 13-ലും എത്രയുണ്ടാവാൻ സാധ്യതയില്ല? 15 ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് അടുത്ത സംഖ്യ കൂടി പരിഗണിക്കുക. 1, 3, 5 135. 135-ൽ എത്ര തവണ 15 അടങ്ങിയിട്ടുണ്ട് എന്നറിയാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗുണനക്രിയ ചെയ്ത് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ 15 ഗുണം 6 വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ 15 ഗുണം 7 കണ്ടുപിടിക്കുക. 15 ഗുണം 8. 15 ഗുണം 8 കണ്ടുപിടിക്കുമ്പോൾ 120 ആണ്. വീണ്ടും ഇതിനേക്കാട്ടിലും വലിയ സംഖ്യയാണ് 135 എന്നുള്ളത് കൊണ്ട് ഞാൻ 15 ഗുണം 9 കണ്ടുപിടിക്കുന്നു. 15 ഗുണം 9 സമം 135 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ആ 135-നെ നാം ഇവിടെ എഴുതി. 15 ഗുണം എത്രയായിരുന്നു? 9 ആയിരുന്നു. അതുകൊണ്ട് 9-നെ ഹരണഫലം കിട്ടുന്ന ഈ ഭാഗത്തും എഴുതുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 135-ൽ നിന്നും 135 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. ആ 0-ൻ്റെ കൂടെ മുകളിലുള്ള ഈ 0 ഇറക്കി എഴുതുന്നു. അതേസമയം 0-ത്തെ വീണ്ടും ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 0 നമ്മൾ മുകളിലേക്ക് ഉത്തരത്തിലേക്കും എഴുതുന്നു. അങ്ങനെ 6490 എന്നുള്ളതാണ് ഇവിടെ ലഭിക്കുന്ന ഉത്തരം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത 2 മാർഗങ്ങളുണ്ട്. ആ 2 മാർഗങ്ങൾ ലളിതമാണ് എന്ന് തോന്നുന്ന കുട്ടികൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. അത് മനസ്സിലാവാതെ വരുന്ന കുട്ടികൾ ഈ രീതിയിൽ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ആ ഹരിക്കേണ്ട സംഖ്യയെ 1 മുതലുള്ള സംഖ്യകൾ കൊണ്ട് ഗുണിച്ചു നോക്കുന്നു. മനക്കണക്കിൽ ഏകദേശം ഒരു ധാരണയുണ്ട് എങ്കിൽ 1 മുതലുള്ള സംഖ്യകൾ ഗുണിക്കുന്നതിന് പകരം ഏതാണ്ട് അതിനടുത്ത് നിൽക്കുന്ന സംഖ്യകൾ ഉപയോഗിച്ച് ഗുണിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അടുത്തതിലേക്ക് വരാം. മറ്റൊരു പ്രശ്നം നിങ്ങൾക്ക് തരികയാണ്. 585 ഭാഗം 13. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ 585 ഭാഗം 13 എന്നെഴുതി. നേരത്തെ ചെയ്തതുപോലെ തന്നെ 5-ൽ എത്ര തവണ 13 ഉണ്ട്? 5-ൽ 13 അടങ്ങുകയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സംഖ്യ കൂടി പരിഗണിക്കുന്നു. 58-ൽ എത്ര തവണ 13 അടങ്ങിയിരിക്കുന്നു? കണ്ടുപിടിക്കാൻ വേണ്ടി 13 ഗുണം 3, 13 ഗുണം 1 13, 13 ഗുണം 2 26 എന്നിങ്ങനെ ചെയ്തു പോകാം. 13 ഗുണം 3 39. ഞാനിവിടെ 13 ഗുണം 33 ആദ്യം തുടങ്ങിയത്. അതിൻ്റെ കാരണം ഈ 58 എന്ന് പറയുന്ന 13-ൻ്റെ ഒരു 3-4 മടങ്ങ് ആവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ മനസ്സിൽ അങ്ങനെ തോന്നുന്നവർ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1 മുതൽ എല്ലാ സംഖ്യകളും വെച്ച് ഗുണിച്ച് നോക്കണം. അതുമാത്രമേ ഹരണത്തിന് സാധിക്കുകയുള്ളൂ. 13 ഗുണം 3 39 കിട്ടി.
വീണ്ടും ഞാൻ അടുത്ത സംഖ്യ കൊണ്ട് ഗുണിച്ചു. 13 ഗുണം 4 സമം 52 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി 58-നേക്കാട്ടിലും അല്പം കുറവ് മാത്രമേ ഉള്ളൂ 52. അതുകൊണ്ട് 52 ഇവിടെ എഴുതി. 52 ഇവിടെ എഴുതി കഴിഞ്ഞപ്പോൾ 4 തവണയാണ് 13 ഗുണം 4, 4 ഗുണം 13, 52 ഇവിടെ എഴുതി. ഈ 52 58-ൽ നിന്നും കുറയ്ക്കുന്നു. 8 - 2 6, 5 - 5 0. ഈ 6 ഇവിടെ എഴുതുന്നു, 5 നേരെ താഴേക്ക് മറിക്കി എഴുതുന്നു. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ 65-ൽ എത്ര തവണ 13 അടങ്ങിയിട്ടുണ്ട് അറിയാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ ക്രിയ ചെയ്യാൻ നമ്മൾ എത്ര വരെ ഗുണിച്ച് വെച്ചിട്ടുണ്ട്? 13 ഗുണം 4 വരെ ഗുണിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തത് നോക്കുന്നു. 13 ഗുണം 5 എത്രയാണ്? 65 ആണെന്ന് കിട്ടി. അപ്പോൾ 13 ഗുണം 5 65. 5 ഇവിടെ എഴുതി. 5 ഗുണം 13 65 എന്നുള്ളത് ഇവിടെയും എഴുതി. 65-ൽ നിന്നും 65 കുറച്ച് കഴിഞ്ഞപ്പോൾ 0 കിട്ടി. അപ്പോൾ ബാക്കി ഒന്നുമില്ല. അപ്പോൾ 585-നെ 13 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 45 എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതി എളുപ്പമായി തോന്നുന്നവർ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതിയാവും. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടി പറയാം. ഈ ഹരിക്കുന്ന സംഖ്യയെ നമ്മൾ അതിൻ്റെ ഗുണിതങ്ങൾ 1 മുതൽ അതിൻ്റെ ഗുണിതങ്ങൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഗുണിതങ്ങൾ എഴുതി ഗുണിച്ചു നോക്കിക്കഴിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? ഇത് അതിൻ്റെ എത്ര മടങ്ങാണ് അല്ലെങ്കിൽ എത്ര തവണ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അല്ലാത്ത ആളുകൾ, അതായത് വിക്ടേഴ്സ് ചാനലിൽ ചെയ്ത ഘടകങ്ങളാക്കി ഹരിക്കുന്ന രീതിയും അതുപോലെ സ്ഥാനവിലയ്ക്കനുസരിച്ച് എത്ര തവണയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന രീതിയും എളുപ്പമായി തോന്നുന്നവർ ആ രീതി തന്നെ പിന്തുടരുക. താങ്ക് യു.